എറണാകുളത്ത് ഒരു പുതിയ മാർക്കറ്റ് കോംപ്ലക്സ് പണിതിട്ടുണ്ട്. 3 നിലകളിലായിട്ട് പണിതിട്ടുള്ള ഈ മാർക്കറ്റ് വളരെയധികം സൗകര്യങ്ങളുള്ള രീതിയിലാണ് പണിതിട്ടുള്ളത്. വിശാലമായ പാർക്കിംഗ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൂടാതെ ആധുനിക സംവിധാനത്തിലുള്ള ഓരോ കടമുറികളും ഇവിടെയുള്ള കച്ചവടക്കാർക്ക് അതുപോലെ ഉപഭോക്താക്കൾക്കും വാങ്ങിക്കാനെത്തുന്നവർക്കും ഒക്കെ വളരെ ഗുണം ചെയ്യും. ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ബിൽഡിങ്ങിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്. ഇതിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ആരോ മാർക്ക് അനുസരിച്ച് നേരെ താഴേക്ക് പോകാവുന്നതാണ്. നേരെ താഴേക്ക് പോന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യന്താധുനിക ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു പാർക്കിംഗ് ആണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. നിരവധി കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം, അതുപോലെ 2 വീലറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അത്രക്ക് സൗകര്യമാണ്. അതിന് ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ ഒരു സീവേജ് പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ വേസ്റ്റൊക്കെ ഇവിടെ തന്നെ സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ലിഫ്റ്റ്, ഇത് വിശാലമായ ലിഫ്റ്റ് ഉണ്ട്, സാധാരണ ആളുകൾ സഞ്ചരിക്കുന്ന ലിഫ്റ്റ് ഉണ്ട്. അങ്ങനെ ഇത് ബേസ്മെൻറ്റിൽ വരെ വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ലിഫ്റ്റുകളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ ഇവിടെ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കാനായിട്ടുള്ള ഒരു പ്ലാന്റ് പോലെ ഒരു സംവിധാനവും കൂടി ഇവിടെ കാണുന്നുണ്ട്. ഏത് രീതിയിലുള്ള മാലിന്യ സംസ്കരണമാണെന്ന് മനസ്സിലായിട്ടില്ല, എങ്കിലും അങ്ങനെ ഒരു സംവിധാനവും കൂടി ഇവിടെ അവർ ഒരുക്കി വെച്ചതായിട്ട് നമുക്ക് കാണാം. പ്രധാന പ്രവേശന കവാടത്തിൽ കൂടി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് എഗ്ഗ്, ബനാന എന്ന്. അപ്പോൾ ഇത്തരം കച്ചവടങ്ങളാണ് നമ്മൾ ഈ താഴെ കാണുന്ന ആ നിരവധി സ്റ്റാളുകളുണ്ട് ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത്തരം കച്ചവടങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. താഴെ നിന്ന് 1-ാം നിലയിലേക്ക് വണ്ടി കയറി വരാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് മീനും ഇറച്ചിയൊക്കെയാണ് ഇവിടെ കൂടുതൽ കൈകാര്യം ചെയ്യണം, കോഴിയൊക്കെയാണ് ഇവിടെ കൂടുതലും കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വണ്ടികൾ വന്ന് ഇവിടെ നിന്ന് ഓരോ സ്റ്റാളുകളിലേക്കും കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഉണ്ട് ഇവിടെ. അതുകൂടാതെ നല്ല ഇവിടെയൊക്കെ കൂടുതൽ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ആവശ്യമുണ്ട് മീനും ഇറച്ചിയൊക്കെ ആകുമ്പോൾ. അങ്ങനെ അതിനുള്ള ഡ്രൈനേജ് സംവിധാനമുണ്ട്. പിന്നെ ഇവിടുത്തെ മീറ്റർ ഓരോ ഷോപ്പിനും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സൗകര്യം കൂടി ഇവിടെയുണ്ട്. പിന്നെ എല്ലാ ഷോപ്പിലും ഫാനുണ്ട്, ഒരു ആധുനിക രീതിയിലുള്ള ഒരു ഫാനുണ്ട്. കറണ്ടൊക്കെ ചാർജൊക്കെ വളരെ കുറവ് വരുന്ന. പിന്നെ താഴെ നിന്ന് മേളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വെളിച്ചം കയറാനായിട്ട് ഗ്ലാസ്സാണ് മേൽക്കൂരയിൽ ഇട്ടിട്ടുള്ളത്. അതിങ്ങനെയുള്ള ആ സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഗ്ലാസ്സാണ്, പൊട്ടിപ്പോകുന്ന ഗ്ലാസ്സുകളാണ്. അതായത് ആൽഗയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ, ഈ പായൽ പിടിച്ചു കഴിഞ്ഞാൽ, പൂപ്പലൊക്കെ പിടിച്ചാൽ അത് കഴുകി മിനുക്കാവുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ 2ാമത്തെ നിലയും അതിൻ്റെ മുകളിലൊരു നില കൂടിയുണ്ട്. അതെല്ലാം ഫ്രീ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അതായത് ഒരു വലിയ ഹാള് പോലെയാണ് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവണില്ല. ഇത് 3-ാം നിലയുടെ മുകളിൽ നിന്ന് നമ്മൾ ചന്തക്കുളം കാണുമ്പോൾ ഉള്ളൊരു സീനാണ് കേട്ടോ ഇത്. ചന്തക്കുളമാണ് നമ്മളീ കാണുന്നത്. അതിൻ്റെ സൈഡിലുള്ള കച്ചവടക്കാർ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്തിൻ്റെ വിദൂരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഹൈക്കോടതി, പഴയ ഹൈക്കോർട്ട്, അതുപോലെ ഇപ്പോൾ പുതിയ ഹൈക്കോർട്ട്, അങ്ങനെയെല്ലാം കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ മാർക്കറ്റിൻ്റെ തന്നെ വേറൊരു കെട്ടിട സമുച്ചയം പണിത് വരുന്നുണ്ട്. അതിൻ്റെ പണി പൈലിങ് ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ അവിടെ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. വാട്ടർ ടാങ്കിലാണ് ക്ലോക്ക് ടവർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് വളരെ മനോഹരമായിട്ടാണ് ഇത് ഫ്ലോറ് ഏറ്റവും ടോപ്പ് ചെയ്തു വെച്ചിട്ടുള്ളത്. ചെറിയ ഒരു മേൽക്കൂരയുള്ള ഒരു ഭാഗമുണ്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ ക്ലോക്ക് ടവർ. ഈ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വാട്ടർ ടാങ്കാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ടോപ്പ് നമുക്ക് വീക്ഷിക്കാൻ പറ്റും, റൂഫ് ഭാഗങ്ങൾ. പിന്നെ ഇവിടെ വിശാലമായിട്ട് തുറന്നിട്ടേക്കണാണ്.
അത് കച്ചവടക്കാർ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇനി അത് അവിടെ വെക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഇതേപോലെ തന്നെ ഭംഗിയായിട്ട് ഇരിക്കും. അത് നന്നായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് തന്നെയാണ്. ഏറ്റവും മുകളിലുള്ള വാട്ടർ ടാങ്കിലേക്കാണ് നമ്മൾ കയറി പോണത്. അതാണ് ഇവിടുത്തെ ക്ലോക്ക് ടവർ. ഇതിൽ വാട്ടർ ടാങ്കാണ്. ഇതിൽ വാട്ടർ ടാങ്കിലേക്ക് പ്രവേശിക്കാനുള്ള അത് ക്ലീൻ ചെയ്യാനൊക്കെയുള്ള ഭിത്തികളിലാണ് നമ്മളെ കാണുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ കെട്ടിടം വീക്ഷിക്കുമ്പോഴുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്രക്ക് വിശാലമായിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ. അത് എറണാകുളം മൊത്തം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റും മിന്നൽ രക്ഷാചാലകം, അത് ലൈറ്റ്നിങ് അറസ്റ്റർ, ഇതിൻ്റെ കംപ്ലീറ്റ് അലൂമിനിയത്തിൻ്റെ ഒരു റാഡ് വെച്ചാണ് ഇത് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ അങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ലൈറ്റ്നിങ് അറസ്റ്റർ നല്ല ഹൈറ്റിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേ ഹൈറ്റിൽ തന്നെ അവിടെ ഒരു ക്യാമറയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ്നിങ് അറസ്റ്ററിൻ്റെ ഹൈറ്റിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ക്യാമറ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് താഴത്തുനിന്ന് വന്നേക്കണ അതിൻ്റെ പില്ലറുകളാണ് ഈ വന്നിട്ടുള്ളത്. ഇത് ഇനിയും ഈ കെട്ടിടം ഉയരങ്ങളിലേക്ക് പണിയാൻ വേണ്ടിയുള്ള അതിൻ്റെ പില്ലറുകളാണ്. അതെന്തോരം ഉയരത്തിൽ വേണമെങ്കിലും അതിന് പണിയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇത് താഴെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മേൽഭാഗത്ത് മേൽക്കൂരയിൽ കാണുന്ന ഗ്ലാസ്സുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ്സാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പായലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കഴുകി കളയാൻ പറ്റും. അതുപോലെ വല്ല ഫൈബറൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോകും, അതല്ലെങ്കിൽ പായൽ പിടിച്ചാൽ പോകില്ല. അങ്ങനെയുള്ള ഇത് ഒറിജിനൽ ഗ്ലാസ് ആയതുകൊണ്ട് ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യാൻ പറ്റും. മാർക്കറ്റിൻ്റെ കിഴക്ക് ഭാഗമാണ് ഈ കാണുന്നത്. നല്ലൊരു കാഴ്ചയല്ലേ.